ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. അതെ, കുറച്ച് ക്ലീശ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ക്ലീശ ഇഷ്ടമല്ലാത്തവർ ദയവ് ചെയ്ത് വീഡിയോ കാണരുത്. പിന്നെ ഞാൻ ക്ലീശയാണ്, 90s കിഡാണെന്നും പറഞ്ഞിട്ട് എന്നെ പരിഹസിക്കരുത്. സോ ക്ലീശ ഇല്ലാത്തൊരു വേഗം, ക്ലീശ കാണാൻ ഇഷ്ടമില്ലാത്തൊരു വേഗം പോവുക. കുറച്ച് കവിതയും എഴുത്തും പിന്നെന്താ അങ്ങനെയൊക്കെയുള്ള നൊസ്റ്റാൾജിക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അത് വാണിംഗ് ആണ്. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകും. ഇന്നു വേണ്ടോ മലാളെ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. അപ്പൊ എന്തിനാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു ക്ലീശ വീഡിയോ ഇടുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി, എനിക്ക് ലൈക്ക് മൈൻഡഡ് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു മീഡിയം, അല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകും എന്നുള്ളൊരു പ്രത്യാശ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ കുറച്ചൊക്കെ എഴുതാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ മടി കൊണ്ടാണോ അതോ എനിക്കറിയില്ല. സോ ഞാൻ വളരെ കുറച്ചാണ് എഴുതുന്നത്. പിന്നെ വായന കുറച്ചു കാലം മുമ്പ് വരെ കുറച്ച് ആക്റ്റീവായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന സമയത്ത് അത്യാവശ്യം വായിക്കുമായിരുന്നു. അത് എന്റെ വായന എന്ന് വെച്ചാൽ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, ഭയങ്കര ചുരുങ്ങിയ രീതിയിലുള്ള വായനയാണ്. എന്ന് വെച്ചാൽ എനിക്ക് മലയാളം കവിതകൾ, അതാണ് എൻ്റെ സബ്ജക്റ്റ്. പിന്നെ കുറച്ച് ഫിലോസഫി. അതിൽ കൂടുതൽ മലയാളം കവിതകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുന്നത്. എന്തുകൊണ്ട് മലയാളം കവിതകൾ എന്ന് വെച്ചാൽ കൊച്ചിലെ തൊട്ട് ധാരാളം കവിതകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ യുവജനോത്സവ വേദികളിലൊക്കെ നമ്മൾ ഈ പല വെറൈറ്റി ഓഫ് കാറ്റഗറിയിൽ ഓഫ് മത്സരങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ കൂടി ഈ കവിതാ പാരായണ വേദി എന്ന് പറയുന്നത് രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ളൊരു, എപ്പോഴും അങ്ങനെയാണ്. മേലോട്ട് സബ് ജില്ല അങ്ങനെയൊക്കെ പോയാൽ ഈ കവിതയുടെ വേദി എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയുള്ള ഇതാണ്. മാത്രമല്ല അപ്പൊ നമ്മളെപ്പോഴും അവിടെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ആയിരിക്കും, ആ വേദിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ധാരാളം കവിതകൾ ഇങ്ങനെ കേൾക്കാൻ അങ്ങനെ കേട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കവിതകളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. ഇഷ്ടം എന്നാണോ ഒബ്സഷൻ എന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. സോ അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാനിപ്പോ ഈയിടെ ആയിട്ടൊന്നും വായിക്കാറില്ലല്ലോ. പിന്നെ എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് പൂനെക്ക്. അപ്പം എനിക്ക് കവിതയുടെ ബുക്കല്ല, പക്ഷെ ബുക്കൊക്കെ വായിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മെയിനായിട്ട് എന്റെ വായനയ്ക്കൊരു ഫ്ലോ നിന്നെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നമുക്ക് അവിടെ സെൻട്രൽ സ്റ്റേറ്റ് ലൈബ്രറി ഉണ്ട്. അവിടെ നല്ല വിശാലമായ ബുക്സ് ഒക്കെ വായിക്കാൻ കിട്ടുമായിരുന്നു. അപ്പൊ എന്നെ അത് ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു വായിക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ പൂനെ വന്നിട്ട് അങ്ങനെ മലയാളത്തിന്റെ കവിതകളൊക്കെ കിട്ടാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഞാൻ വാങ്ങിച്ച കവിതയുടെ ബുക്കുകൾ എന്തെങ്കിലും ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇന്നലെ രാത്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കവിതകൾ വായിക്കാൻ ഇഷ്ടം, മിക്ക എഴുത്തുകാർക്കും എനിക്ക് തോന്നുന്നു ഒരു ടൈമൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു രാത്രി സമയം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത എഴുത്തുകാരെ എനിക്കറിയാൻ കേട്ടോ. ഇപ്പൊ നമ്മുടെ അവാർഡ് കിട്ടിയ PR ദേവി ചേച്ചിയൊക്കെ പറയുന്ന, ചേച്ചിയുടെയൊക്കെ ഒരു ടെക്നിക്കാണ് അത്. ഞാനിവിടെ സീക്രട്ട് എന്താണ് പരസ്യപ്പെടുത്തുന്നാവോന്ന് എനിക്കറിയില്ല. അപ്പൊ ചേച്ചിയൊക്കെ പറയുന്ന വെച്ചാ ചേച്ചിക്ക് ജോലിയൊക്കെ ചെയ്യുന്നതിന്റെ ഇടക്ക് അങ്ങനെയുള്ള സമയങ്ങളാണ് ചേച്ചിക്ക് വരികളൊക്കെ വരുന്നത്. എനിക്കൊന്നും അതൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ്. എനിക്ക് നല്ല ശാന്തമായ എന്താ പറയാ, ഈ നിലാവുള്ള രാത്രി അങ്ങനെയൊക്കെയുള്ള സമയത്താണ് എനിക്ക് എഴുതാൻ പറ്റുന്നത്. അത് കറക്റ്റാണ്. കൂടുതലും
ഒരു രാത്രി 12 മണി കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ഒരു സമയം. ഓക്കെ, ഇപ്പോൾ ഇന്നൊരു സബ്ജക്റ്റ് എന്ന് എഴുതാമെന്ന് വിചാരിച്ചിട്ട് അതിനൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു വേർഡ് പോലും എഴുതാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും ആക്സിഡന്റലി നമ്മൾ രാത്രി 12 മണിക്ക് ശേഷമൊക്കെ അറിയാണ്ട് ഇരുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വരികളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ ഈ ബുക്കൊക്കെ കൊണ്ട് വായിച്ചറിയാതെ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർത്തത്. ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കുകയെന്ന് ആർക്കും തോന്നരുത്. ഇപ്പൊ കൂടുതൽ ഈ ഹൈക്കു തരത്തിലുള്ള കവിതകളാണ് കൂടുതലും പോപ്പുലർ ആവുന്നത്, അല്ലെങ്കിൽ ബുക്കുകളിലൊക്കെ വായിക്കാൻ കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇതിനു മുന്നേ ഒരു കാലഘട്ടം ഇല്ലായിരുന്നു. ആ സമയത്ത് ഒരു കവിതകളുടെ ഒരു ടേസ്റ്റാണ്, നമ്മൾ അതാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഒരു തവണ വായിക്കുമ്പോഴേ വരികൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ പതിഞ്ഞു പോകുന്ന എത്ര കവിതകളാണ്. അങ്ങനത്തെയൊക്കെ കവിതകൾ ഞാൻ കാണാനിട്ടാണോ അതോ എനിക്കറിയില്ല. സോ അങ്ങനെ അത് കേട്ടിട്ടാരും ഇതാവരുത്. പക്ഷെ ഞാൻ കാര്യമായിട്ട് പറയാം, നമുക്ക് ഒരു തവണ തന്നെ എത്ര കവിതകൾ ഉദാഹരണം എടുക്കാം. നമുക്ക് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ അതിലെ വരികൾ ഇങ്ങനെ ഹൃദയസ്ഥം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്ന ഒരു വരിയാണ്, ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയുമാർത്തനാം ഭൂതായനങ്ങളിൽ ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. നമ്മുടെ ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഈ കവിത മൊത്തം ഞാൻ പാടിയിട്ടുള്ളതാണ്. എൻ്റെ ഫേവറേറ്റ് കവിത ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം. അപ്പൊ ഈ കവിതയൊക്കെ വായിച്ചിട്ട് ഞാൻ ഈ പറയുന്ന വരികളൊക്കെ ഈ കവിത വായിക്കുമ്പോൾ ഹൃദയസ്ഥമാകാത്ത ഒരാൾ പോലും കാണത്തില്ല. അതെനിക്ക് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ഇതിലെയൊക്കെ വരികള് ഞാൻ പറയാം. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും, കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും, ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേകാന്തരോദനം. കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും, മറവിയിൽ മാഞ്ഞു പോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ, മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരികൾ. ഇനിയാണ് ഞാൻ പറഞ്ഞ വരി വരുന്നത്. ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിൽ അപ്പോൾ ഉദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. ഇരുളിൽ അപ്പോൾ ഉദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. നിറമിഴി നീരിൽ മുങ്ങും തുളസിതൻ കതിരുപോലുടൻ ശുദ്ധനാകുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ ആ വരികള് ഞാൻ വായിച്ചു തുടങ്ങിയപ്പോ പോലെ എപ്പോ ഞാൻ ഈ കവിതയെ കൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് ആ വരികൾ ഭയങ്കര ലെവൽ ഓഫ് ഒരു അസൂയയാണ്. അതായത് താൻ ഇഷ്ടപ്പെടുന്നവളെ കുറിച്ച് ഓർക്കുമ്പം ഒരു ശുദ്ധത, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു എന്തായാലും പറയാ, നമ്മള് കൈൻഡ് ഓഫ് ആ ഒരു എന്താ പറയാ, ക്ലെൻസിങ്ങോ, ആ ഒരു കറക്റ്റ് വാക്ക് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. നിറമിഴി നീരിൽ നീ കതിര് പോലെ ശുദ്ധനാകുന്നു. തന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഉടൻ ഒരു സേക്രഡ് ഡിവൈൻ ആയിട്ടുള്ള തന്റെ ഇഷ്ടപ്പെടുന്ന പ്രണയിനെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയുണ്ടല്ലോ. അതായത് ഏത് തരത്തിലുള്ള ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിലെ ആ ഒരു ഡിവിനിറ്റിയില് ആ കാമുകിയോടുള്ള ആ സ്നേഹത്തിന്റെ ആ ഒരു ലെവല് ആലോചിക്കുമ്പം എനിക്ക് എപ്പോഴും അസൂയ ആ വരികൾ വായിക്കുമ്പം. ഇരുളിലപ്പോൾ ഉദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. നിറമിഴി നീരിൽ മുങ്ങും തുളസിതൻ കതിരുപോലുടൻ ശുദ്ധനാകുന്നു ഞാൻ. ഇങ്ങനത്തെയൊക്കെ വരികള് ഇപ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികൾ ശരിക്കും ഉണ്ടോ? അപ്പൊ ഞാൻ കാണാത്തതാണോ? ഞാൻ കാണാത്തതാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ ഈ വരികളൊക്കെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആളാണ് ഞാൻ. കവിത എന്ന് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് കവിത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും
ഇത് എഴുതിയ ആളാണല്ലോ ഇങ്ങനെ ഒരു ക്യാരക്ടർ, അയാളുടെ ചിന്തയൊക്കെ എഴുതാൻ പറ്റും. ഇത് എഴുതിയ ഒരാള് എത്രമാത്രം ആഴത്തിലുള്ള ഒരു സ്നേഹിക്കാൻ പറ്റുന്ന ആളായിരിക്കണം, അയാളുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്ത, ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കവിതകളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ കേട്ടോ. ഒത്തിരി 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 പറയാൻ തോന്നുന്നുണ്ട്, എന്നാലും ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. അതേപോലെ അനിൽ പനച്ചൂരാന്റെ ഒരു കവിത ഉണ്ട്, എങ്ങനെ ഞാനറിയിക്കും മനസ്സിനെ, എങ്ങനെ ഞാൻ വെളിവാക്കും, വാക്കുകൾക്കുള്ളിൽ ഒതുക്കുവാനാവില്ല. അയ്യോ, വരികൾ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. വെങ്ങുന്ന കൃത്തിൻ വിചാരം, ഇതിനപ്പുറം ഞാനറിയിക്കും. ഇങ്ങനെ തന്നെയാണോ വാക്കുകൾ? ഇടയ്ക്കെന്തോ മാറിപ്പോയെന്തോ. ഇഷ്ടം പറഞ്ഞറിയിക്കാൻ ഇന്നാവിനിന്നെത്രയോ കഷ്ടം. അടുത്താണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വരികൾ വരുന്നത്. ആകാശത്തോളമല്ലതിനപ്പുറം. അതായത് ഇഷ്ടം പറഞ്ഞറിയിക്കാൻ വാക്കുകൾക്കാവുന്നില്ല. നമ്മള് ആകാശം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്, അത് അത്രയും ഉയരത്തിലാണ്. നമ്മൾ കാണുമ്പം ശരിയാണ്, ആകാശത്തിന് മേലെ വേറെ സ്പിയേഴ്സ് ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെ ഒത്തിരി സ്പിയേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതൊന്നുമല്ല. നമ്മൾ കാവ്യാത്മകമായി പറയുമ്പോൾ ആകാശമാണ് ഏറ്റവും അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇൻഫിനിറ്റ്. അതിനും മേലെ ആയിട്ടുള്ള ആ ഒരു സ്നേഹത്തെ കുറിച്ച് പറയാനായിട്ട് വാക്കുകൾ പോലും ഇല്ലെന്നാണ് ഇവിടെ കവി പറയുന്നത്. ഈ തരത്തിലുള്ള വരികളൊക്കെ ശരിക്കും എനിക്ക് ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ സ്നേഹം തോന്നുന്ന ആ ഒരു നായിക അല്ലെങ്കിൽ ആ ഒരു കാമുകി എന്തുമാത്രം അനുഗ്രഹീതയാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കവിതകൾ വായിക്കുമ്പോഴെങ്കിലും ഇങ്ങനത്തെ സ്നേഹങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കൃതാർത്ഥതയാണ്, വല്ലാത്തൊരു ഉൾപ്പുളകം, ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. ഇപ്പൊ അങ്ങനത്തെ കവിതകൾ പോലും വായിക്കാനില്ല എന്ന് പറയുമ്പോഴത്തേനും സോ സാഡ്. അത് ഞാൻ പറയാം, എന്റെ വിവരമില്ലായ്മയാണ്. ഞാനിപ്പോ അങ്ങനത്തെ കവിതകൾ കാണാത്തത് കൊണ്ടാണോ എന്ന് നിങ്ങൾ തിരുത്തി തരണം. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ടേസ്റ്റുള്ള കവിതകളിൽ ഞാനിപ്പോഴും ഇങ്ങനത്തെ കവിതകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളാണ്. മേ ബി അതെന്റെ ഒരു ലിമിറ്റേഷൻ ആകാം, എന്റെ ഒരു പോരായ്മയാകും. പക്ഷെ സ്റ്റിൽ ഞാൻ പറയാം, ഇങ്ങനത്തെ കവിതകളിൽ കുടുങ്ങി അകപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. ചില സമയത്ത് എന്റെ ഗുരുസ്ഥാനീയനായിട്ട് ഞാൻ കാണുന്ന മലയാളം ഇപ്പോഴത്തെ കവികളിൽ ഒരാളാണ് ധനേഷ് പി രാജൻ സാർ. സാർക്ക് പറയാറുണ്ട്, ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഒക്കെ വിട്ട് കുറച്ച് വേറെ രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ സബ്ജക്റ്റായിട്ട് കാണുകയും എഴുതുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് എന്നോട് പറയാറുണ്ട്. അങ്ങനെ ഇതിലൊരു സാഹചര്യമായിട്ടാണ് കൃഷ്ണനെ കുറിച്ചൊരു കുറച്ച് വരികൾ എഴുതാൻ അദ്ദേഹം തന്നെ പറയുകയും ഞാൻ എഴുതുകയൊക്കെ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതെന്നെ എപ്പം വിട്ട് പോകും. അതിനിപ്പോ എന്റെ ഒരു പ്രായത്തിന്റെ ആണോ എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ 90s കിഡ് ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. അത്രമാത്രം വേരൂന്നിയ തരത്തിലുള്ള ഒരു ചിന്തകളാണ് ഇങ്ങനത്തെയൊക്കെ സബ്ജക്റ്റിൽ എനിക്കുള്ളത്. അപ്പൊ എന്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇത്തരത്തിലൊക്കെയുള്ള നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളുള്ള കവിതകള് ഉണ്ടെങ്കിൽ, ഇത് കാണുന്നവര് വായിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ പേരൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ റീഡിംഗ് ഹാബിറ്റ് വളരെ മോശമാണ്. അപ്പൊ എനിക്ക് അതൊക്കെ ഒന്ന് എടുത്ത് തപ്പിയെടുത്ത് വായിക്കാം എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത് നമുക്ക് ഈ പറഞ്ഞ കവിതകള് അനിൽ പനച്ചൂരാന്റെ ആയിക്കോട്ടെ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒക്കെ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ കവിതകളോട് എനിക്കുള്ള ഒരു സ്നേഹം, ഞാനത് ഓൾറെഡി ഈ കവിതകളൊക്കെ 1-2 പ്രാവശ്യം നമ്മുടെ ചാനലിൽ പാടിയിട്ടിട്ടുള്ളതാണ്. കവിത പാടുകയല്ല, കവിതാലാപനം ചെയ്തിട്ടിട്ടുണ്ട്. കവിത ചൊല്ലുകയാണ് അല്ലെ. ഇത് കവിതയൊക്കെ ചൊല്ലി ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് വരികളോടുള്ള എൻ്റെ ആ ഒരു ഇഷ്ടം, അതിനോടുള്ള ഒരു അഡ്മയറേഷൻ
അത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ ഇതൊക്കെ കാണുന്ന എഴുത്തുകാരുണ്ടെങ്കിൽ അവരിതേപോലെയൊക്കെ കുറച്ച് ആ ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്കൊക്കെ ചെന്ന് അങ്ങനെ വരികൾ എഴുതി കണ്ടാൽ വളരെ സന്തോഷമായിരിക്കും എന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ അങ്ങനത്തെയൊക്കെ പല ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതെ, പിന്നെ ഓഫ് കോഴ്സ് എന്റെ വീഡിയോ വളരെ ക്ലീശയായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ക്ലീശ ഇഷ്ടമില്ലാത്തവര്, വായന ഇഷ്ടമില്ലാത്തവര്, കവിത ഇഷ്ടമില്ലാത്തവര് ആദ്യം എന്റെ ഈ വീഡിയോ കാണണ്ട. നിങ്ങൾക്കെല്ലാം ഭയങ്കര ഒഫൻഡഡ് ആവും ഓഫ് കോഴ്സ്. സോ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള വരികൾ ഒന്നും ഇപ്പൊ കാണാൻ കിട്ടുന്നില്ല, ആസ്വദിക്കാൻ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ദിവ്യമായ ആ ഒരു സ്നേഹസങ്കല്പങ്ങൾ കവിതയിൽ കൂടിയെങ്കിലും വായിച്ച് നിർവൃതി അടയാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം. ഇന്നലെ ഞാൻ കവിത വായിക്കാതിരുന്നപ്പം അതൊക്കെ വായിച്ചപ്പോഴാണ് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ എനിക്ക് ആ ഒരു സങ്കടം തോന്നി. ഇങ്ങനത്തെ വരികളൊന്നും വായിച്ച് വിപ്ലവം അണിയാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോയെ കുറിച്ച് ചിന്തിച്ചത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് തിരുത്താവുന്നതാണ്. നമ്മൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഏത് സമയത്തും ഒരു സ്റ്റുഡന്റ് മാത്രമാണ് റെഡി ടു കൂടുതൽ പഠിക്കുക, ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും സന്നദ്ധ ആയിട്ടുള്ള ഒരു ആള് കൂടിയാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. യെസ്, അപ്പം നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മലയാളം കവിതകളെ കുറിച്ചിട്ട് കമന്റ് ചെയ്യുക. പുതിയ ബുക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തേ, ദയവ് ചെയ്ത്. ഹൈക്കു കവിതകളുടെ ബുക്കല്ല, ഇതുപോലത്തെ ഉള്ള വരികളൊക്കെയുള്ള കവിതകൾ സജസ്റ്റ് ചെയ്യുക. ഞാൻ ഏതെങ്കിലും കവിതകൾ പാടണം എന്നുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ.